ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സൗമ്യ വിഷയത്തിലുള്ള പ്രതികരണം വാർത്താ സമ്മേളനമാണ്. സുപ്രീം കോടതിയുടെ വിധിയുടെ മേൽ സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി റിവ്യൂ ഹർജി നൽകാൻ തയ്യാറാവണം. ഗോവിന്ദസ്വാമിമാർക്ക് വിഹരിക്കാൻ സാധിക്കുന്നൊരു സമൂഹമായി നമ്മുടെ സമൂഹം മാറാതിരിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള തുടർ ഇടപെടലുണ്ടാവണം. സംസ്ഥാന ഗവൺമെൻറ്റും ഇടപെടുന്നതോടൊപ്പം ഈ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും ഇടപെടാൻ തയ്യാറാവണം. ഈ കേസിൽ കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ വിധിച്ചൊരു കേസാണ്. സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് വധശിക്ഷക്കർഹമായ ഒരു സംഭവമായി സൗമ്യ വധക്കേസിനെ വിലയിരുത്തിയത്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വിലയിരുത്തലാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഈ വിധി കേരളീയ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിധിയാണ്. കേരളത്തിലെ സ്ത്രീകളിൽ ഒരുതരം മരവിപ്പുണ്ടാക്കുന്ന എല്ലാ കുടുംബങ്ങളിലും മനസ്സിനെ മരവിപ്പിക്കുന്നൊരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ വിധി. 7 വർഷം മാത്രം കഠിന തടവ് എന്നുള്ള ഈ വിധി സാധാരണഗതിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിധിയാണ്. ഇത്തരത്തിലൊരു വിധി എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് തുടർന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതിയിൽ റിവ്യൂ നടത്തേണ്ടതും ആവശ്യമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് നടത്തുകയും വേണം. ഇക്കാര്യത്തിൽ ഗോവിന്ദസ്വാമിക്ക് നേരത്തെ ഉണ്ടായ ശിക്ഷ അത് തുടർന്നും അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് ചെയ്യണം എന്നാണ് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നത്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. ഇതിൽ കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്താണ് ഈ കേസിൻ്റെ നടത്തിപ്പൊക്കെ തന്നെ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള അപ്പീൽ വന്നപ്പോൾ ഇതിൻ്റെ അഭിഭാഷകനെ ഏർപ്പാട് ചെയ്തത് കഴിഞ്ഞ UDF സർക്കാരാണ്. ജോസഫ് തോമസ് അദ്ദേഹമാണ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന വ്യക്തിയാണ് സുപ്രീം കോടതിയിൽ ഈ കേസിൽ സൗമ്യ വധക്കേസിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായത്. ഏറ്റവും ഉയർന്ന നിയമപരിജ്ഞാനമുള്ള ഒരു അഭിഭാഷകനെ തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ ഇതിനു വേണ്ടി നിയോഗിച്ചിരുന്നത്. ആ അഭിഭാഷകനെ മുമ്പത്തെ UDF ഗവൺമെൻറ് കാലത്താണ് സുപ്രീം കോടതിയിൽ ഈ കേസിന് വേണ്ടി പ്രത്യേക പ്രോസിക്യൂട്ടറായി നിയോഗിച്ചിരുന്നത് എന്നതാണ് വസ്തുത. ആ ജോസഫ് തോമസിനെ UDF ഗവൺമെൻറ് കാലത്ത് നിയോഗിച്ച ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ മാറ്റം വരുത്താൻ ഇപ്പോഴത്തെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് യാതൊരുവിധ പരാതിയും കേസ് നടത്തിപ്പിനെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടുമില്ല. ഇതിലെന്തെല്ലാമാണ് സംഭവിച്ചത് എന്നുള്ളത് വിശദമായി സംസ്ഥാന ഗവൺമെൻറ് പരിശോധന നടത്തേണ്ടുന്ന വിഷയങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ഒരു റിവ്യൂ ഹർജി സുപ്രീം കോടതിയിൽ ഉടനെ തന്നെ നൽകണം എന്ന് ആവശ്യപ്പെടുന്നത്. പ്രോസിക്യൂഷൻ എന്ന നടപടികളെല്ലാം സ്വീകരിച്ചത് മുമ്പത്തെ UDF ഗവൺമെൻറ് കാലത്തല്ലേ. അപ്പോൾ അത് കോടതി വിധി വിധമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള മറ്റ് പ്രതികരണങ്ങൾ നടത്താൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ കോടതി വിധി എന്താണെന്ന് കാണട്ടെ. എന്താണ് ഇത്തരമൊരു വിധി പറയാൻ സുപ്രീം കോടതി ഇടയായത് എന്നുള്ളത് വിധിന്യായത്തിലാണ് വിശദാംശങ്ങൾ ഉണ്ടായിരിക്കുക.
ആ വിധിയായ പരിശോധിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ പ്രതികരിക്കാം.